പ്രൈസ് ഗാഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. സന്ദർഭ ഉചിതങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോട് മുൻപോട്ട് പോകാം. എന്നെ സന്തോഷിപ്പിച്ച ഒരു ഗാനം ഇവിടെ ഞാൻ പാടുകയാണ്. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ പൈതലേ, നിന്റെ ജീവിതകാലമതിൽ ഓരോരോ ഭാരങ്ങളാലേ പാരം വലഞ്ഞിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൾ യേശുമേൽ നിൻ പേർ കരുതുന്നുണ്ടവൻ. ഇട്ടുകൾ യേശുമേൽ നിൻ പേർ കരുതുന്നുണ്ടവൻ. ലോകത്തിൻ ചിന്തകളാലും രോഗപീഡകളാലും മറ്റു പ്രയാസങ്ങൾ ആലും മുറ്റും തളർന്നിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൾ യേശുമേൽ നിൻ പേർ കരുതുന്നുണ്ടവൻ. ദൈവം നിന്നെ നടത്തുന്ന നിൻ വഴിയിൽ മുഴുവൻ അന്ധകാരം വരുമ്പോഴും അന്തരംഗത്തിലെ നിൻ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൾ യേശുമേൽ നിൻ പേർ കരുതുന്നുണ്ടവൻ. ഇട്ടുകൾ യേശുമേൽ നിൻ പേർ കരുതുന്നുണ്ടവൻ. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം വചനം ധ്യാനിപ്പാനും പതിവായി ഞങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള നിരൂപണങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിധേയമാക്കുവാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിൻ്റെ സാന്നിധ്യം കേൾവിക്കാരോടും എന്നോടും കൂടെ ഇരിക്കണം. വസ്തുതകളെ സൂക്ഷ്മമായി വീക്ഷിക്കുവാനും വിചിന്തനം ചെയ്യുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തും. ഞങ്ങൾ കേൾക്കുന്നതെല്ലാം അങ്ങനെ തന്നെയോ, വായിക്കുന്നതെല്ലാം ശരിയാണോ എന്ന് വചനത്തെ ആധാരമാക്കി പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, TS ബാലൻ അവരുടെ സംബന്ധിച്ച് നാം കുറഞ്ഞൊന്ന് കേൾക്കുകയുണ്ടായി. ഞാനും അദ്ദേഹവുമായി ചില വിഷയങ്ങളിൽ സംസാരിക്കുവാനും മരിച്ചവർ എവിടെയെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിന് ഒരു നിരൂപണം എഴുതുവാനും ഞാൻ മുൻപോട്ട് വന്നു. അതിനിടയിലുണ്ടായ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു. പ്രിയരെ, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ, ഞാൻ അതൊന്നും പറയുന്നില്ല, ചാനലിനെ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. കേൾക്കുവാൻ ഇടയായതുകൊണ്ടാണ് എൻ്റെ ഗതകാല സ്മരണകൾ പിന്നെയും ഞാൻ അയവിറക്കുവാനിടയായത്. ഡിഫൻഡറിൻ്റെ പത്രാധിപരായിരുന്ന ബഹുമാന്യ പാസ്റ്റർ ബാലൻ അവർകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും
അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അതിൻ്റെ അഭിപ്രായം ഏതു കാലത്തും നമുക്ക് ഉന്നയിക്കാൻ പറയാം, അതിന് സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണല്ലോ മഹാന്മാരായവരുടെ ഗ്രന്ഥ ഉദ്ധരണികൾ ഉപയോഗിച്ച് നാം പ്രസംഗവേദികളിൽ വാചാലരാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഉദ്ധരണികളും സ്മരണകളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. ബാലൻ കത്തി നിൽക്കുന്നൊരു സമയമാണ്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡിഫൻഡർ മാസിക നിരവധി പേരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആക്ഷേപശരങ്ങൾ എഴുതു വിടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അക്കാലങ്ങളിലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മാസികകൾ ഓരോന്നോരോന്നായി വാങ്ങിച്ച് പഠിക്കുവാനും അതിനൊരു ഗണനം എഴുതിയതിന് ശേഷം അദ്ദേഹത്തോട് സംസാരിക്കുവാനും ഒരു സ്നേഹിതൻ വശം ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ കാണിക്കുവാനും ഞാൻ ഒരുമ്പെട്ടത് എന്ന് നിങ്ങൾ കേട്ടുവല്ലോ പ്രിയരെ. അദ്ദേഹത്തെ യാതൊരു വിധത്തിലും തേജോവധം ചെയ്യണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്നറിയുവാൻ ഞാൻ വളരെയധികം ആവലോടെ കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് മറുപടി തന്നില്ല. എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ച മാന്യ സഹോദരൻ മുഖാന്തരം ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോൾ ടി.എസ്. ബാലൻ അവറുകൾ അതിന് മറുപടിയായി പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പ്രതികരിച്ചാൽ ഞാൻ ഹിറ്റാകും, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന്. അതൊരു മാന്യമായ മറുപടി ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആ കൃത്യസമയത്ത് അതിനുശേഷം അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ അതത് പ്രസിദ്ധീകരിക്കുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. ബാലൻ്റെ സഭയിലും ഞാൻ തന്നെ നേരിട്ട് ആ പുസ്തകം ഒരു സഭായോഗത്തിൽ കൊടുക്കാനിടയായി എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ അന്ന് എൻ്റെ ഈ പുസ്തകങ്ങൾ മരണശേഷനുണ്ട്, കൂടാതെ ഇതാ മരിച്ചവർ ഇവിടെ എന്നീ 2 പുസ്തകങ്ങളും ഞാൻ പല സഭകളിൽ OM-ൻ്റെ നിർദ്ദേശാനുസരണം അവരെനിക്ക് തന്ന കോപ്പികൾ 100 കണക്കിന് ഞാൻ വിറ്റ് അഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. പ്രിയരെ, ഇദ്ദേഹത്തെ ആ കാലഘട്ടങ്ങളിൽ എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് സഭാ നേതാക്കന്മാർക്കെല്ലാം ഭീതിയായിരുന്നു. ബാലനെന്ന് കേട്ടാൽ ഞെട്ടുന്ന ഒരു കാലം. അപ്പോഴാണ് ഞാനീ ഒരു സാധുവായ ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കടുവ ചാടുന്ന പോലെയുള്ള ആ സംഭാഷണം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇതാണോ ബാലൻ എന്ന് ഞാൻ ചിന്തിച്ച കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം ഇതോട് ഞാൻ ആ ഗ്രന്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ പിന്നെയും ഞാൻ കേൾപ്പിക്കാൻ നിങ്ങളെ. സഹോദരനെ നിസ്സാര മൂട എന്നുപോലും വിളിക്കുവാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിട്ടില്ല. നമ്മളങ്ങനെ വിളിച്ചാൽ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിലും അഗ്നിനരകത്തിലും ഒക്കെ കിടക്കേണ്ടി വരുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു ശക്തമായ മുന്നറിയിപ്പായിട്ട് നാം എടുക്കേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഇദ്ദേഹം ആക്ഷേപശരത്തിന് വിധേയമാക്കുന്നവരെ വിളിക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എൻ്റെ പുസ്തകത്തിൻ്റെ 86-ാം പേജിലുണ്ട്. അദ്ദേഹം ചിലർ വിളിക്കുന്നത് ഇങ്ങനെയാണ്: മത്തങ്ങ, മോഷടായി. നിങ്ങൾക്കറിയാം അത് മോനായിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെയൊന്നും ഇവിടെ വലിച്ചിഴക്കുന്നില്ല. വളഞ്ഞവട്ടൻ, ചുമ്മാടോ, അത് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് KC ജോണിയാണ്. ചുമ്മാടോ, കുറുക്കൻ. ഒരു ദൈവം ഇതിലും മറ്റൊരു സഭാ നേതാവിനെ, പാസ്റ്റർ ആരും ആയിക്കോട്ടെ, അവർ മണ്ടന്മാരായിക്കോട്ടെ, ശ്രേഷ്ഠന്മാരായിക്കോട്ടെ, ശിഷ്ടന്മാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പുസ്തകത്തിലും ഡിഫൻഡർ എന്ന മാസികയിലും അങ്ങനെയൊന്നും അടിച്ചു വെക്കുന്നത് അഭികാമ്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉണ്ട് സഹോദരന്മാരെ,
കുറുക്കൻ, മക്കുണൻ, അജ്ഞൻ, സർപ്പസന്തതി, കങ്കാണി ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഞാൻ സ്പീസിനാക്കിന് പോയപ്പോൾ കാണുകയുണ്ടായി. മാമൻ തോമസാണ് അദ്ദേഹം. പിന്നെ ഇതൊക്കെ കേട്ട് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. കങ്കാണി ശാസ്ത്രജ്ഞൻ. പിന്നെ ഒരു പേര് സിപ്പപ്പൻ, ചെക്കപ്പൻ, ഉലക മഹാ കോഴിത്തമ്പുരാൻ, പിന്നെ നാറി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡിഫൻഡറിൽ എഴുതി വച്ചിരിക്കുന്നത്. അവസരം വന്നപ്പോൾ ഞാനതൊക്കെ ഇങ്ങോട്ട് വാരി വലിച്ചിട്ട് ഖണ്ഡിക്കാൻ എനിക്കിടയായി. ഇദ്ദേഹത്തെ എല്ലാവർക്കും ഭയമായിരുന്നു എന്നുള്ള അതിനൊരു തെളിവ് ഞാൻ പറയാം. എൻ്റെ ഇതാ മരിച്ചവർ ഇവിടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഖണ്ഡന കൃതിക്ക് നമ്മുടെ ഗുഡ് ന്യൂസിലെ തോമസ് വടക്കേക്കുറ്റി സാറുമായി ഞാൻ സംസാരിച്ചു. എൻ്റെ ഒരു സ്നേഹിതനും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനൊരു അഭിപ്രായം എഴുതി തന്നു. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വടക്കേക്കുറ്റി സാറിനെ വിളിച്ച് പറയാണ്, ജോബ് സാറേ അത് പിൻവലിക്കുന്ന ഞാൻ എഴുതണ്ട, അത് വിട്ടുക. ഞാൻ അപ്പോഴാണ് ഞെട്ടിപ്പോയത്. വടക്കേക്കുറ്റിന് വരെ അദ്ദേഹത്തെ അക്കാര്യത്തിൽ ഭയമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ സഭാ നേതൃത്വങ്ങൾക്കെല്ലാം ജുഗുപ്സാവഹങ്ങളായ ചില മണ്ഡലങ്ങളുണ്ട്. എല്ലാവരും പണം സമ്പാദിക്കണം, അതിനുവേണ്ടി വളഞ്ഞ വഴിയൊക്കെ അവർ നോക്കും. പിന്നെ കൂടുതലും പെണ്ണ് കേസുകളാണ് പ്രിയരെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊക്കെ ബാലൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ബാലൻ ആ ആയുധമെടുത്ത് കീച്ചും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവരൊക്കെയും അതെ ഭയപ്പെട്ട അദ്ദേഹത്തോട് കളിക്കാതെ അദ്ദേഹത്തെ അഴിച്ചുവിട്ട ആളെ പോലെ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ അന്നേ ചോദ്യം ചെയ്യുകയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് പരസ്യമായിട്ട് വേണേ ഒന്ന് നോക്കാം, ക്ഷണിച്ച് ആളുകളെ വിളി, ഞാൻ വരാം, ഞാനൊരു അറിയപ്പെടാത്ത സാധുവാണ്. പെട്ടെന്ന് ഞാനിന്ന് UK പോയതുകൊണ്ട് എനിക്ക് അത് സാധിച്ചില്ല പ്രിയരെ, അതൊരു നഷ്ടം. ഞാൻ അയർലൻഡിലായിരുന്നപ്പോഴാണ് ബഹുമാന്യനായ അദ്ദേഹം പരേതനായി ഈ ലോകം വിട്ടുപോയി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. ഞങ്ങൾക്കൊരു സംവാദം നടത്താൻ പോലും സാധിച്ചല്ലോ. കാരണം സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കുക. ഇവിടത്തെ നേതൃത്വത്തിനൊന്നും പണം മതിയെന്നേ. ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. പിശകുകൾ കണ്ടുപിടിച്ചിട്ട് തിരുവചന അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. എന്നാൽ രഹസ്യ വ്യഭിചാരമാണ് ഡിഫൻഡറിൻ്റെ തുറുപ്പിയിട്ട് എന്ന് പരക്കെ എല്ലാവർക്കും അന്നും ഇന്നും അറിയാവുന്ന കാര്യമാണ്. ദൂതന്മാർ പോലും ഈ വിഷയത്തിൽ വ്യഭിചാര കേസിൽ, പെണ്ണ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് ബൈബിൾ പറയുമ്പോൾ ഡിഫൻഡർ എത്ര ശ്രമിച്ചാലും വ്യഭിചാര വിഭാടനമാണ് ഡിഫൻഡറിൻ്റെ ലക്ഷ്യമെങ്കിൽ അത് നടക്കുകയില്ല. പത്രം തോറ്റു തുന്നം പാടുകയേ ഉള്ളൂ എന്ന് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കൂടുതൽ അപരാധങ്ങൾ എത്രണം ഗ്രന്ഥകാരൻ അതേ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെറുതെ ഒന്നും ചെയ്യത്തില്ലല്ലോ. എൻ്റെ അറിയപ്പെടുന്ന ഒരാൾ അങ്ങേരുടെ വീട്ടിൽ ഈ ഡിഫൻഡറിൻ്റെ ഭീഷണി എത്തിയപ്പോൾ അദ്ദേഹം ഇതിനേക്കാളും വില്ലനായിരുന്നതുകൊണ്ട് അദ്ദേഹം വേറൊരു വില്ലനെ അങ്ങോട്ട് അയച്ചു പറഞ്ഞു, എൻ്റെ പത്രത്തെ, ആ പത്രത്തിൻ്റെ പേരൊന്ന് ഞാൻ പറയാം, നീ തൊട്ട് കളിച്ചാൽ മറ്റവൻ ചെന്ന് ശരിക്ക് വരട്ടി. അതോടുകൂടി ഡിഫൻഡർ പാട്ടുപെട്ടി കൂട്ടി. അങ്ങനെയുണ്ട്. മല്ലനും മാധേവനും എന്നുള്ള കഥയാണ് ഇവിടെ നടക്കുന്നത്. എന്തുവായിക്കോട്ടെ, ദൈവം ഇതുവരെയെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇദ്ദേഹം ധാരാളം ക്രിസ്തു പ്രജാപതി അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഡോക്ടർ ജോസഫ് പടിഞ്ഞാറേക്കര, GLS ബോംബെ, അങ്ങനെ ദിവ്യ സംഗമം ശ്രീ അരവിന്ദാക്ഷ മേനോൻ, അങ്ങനെയുള്ള സംസ്കൃതമറിയാവുന്ന പണ്ഡിതന്മാർ അവരെ വേദങ്ങളിൽ നിന്നും മറ്റും
യേശുവിനെ സംബന്ധിച്ച് പറയുന്ന സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ബാലൻ നേരിട്ടങ്ങ് പറയുക പ്രജാപതി ക്രിസ്തുവല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിരട്ടി. അവരതൊക്കെ പാട്ടുപെട്ടി പൂട്ടി എന്നാണ്. എന്നാലും എന്നും പുസ്തകങ്ങളുണ്ട്, ഞാനതിടയ്ക്കൊക്കെ വായിക്കാറുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ആരാണ് പ്രവാചകന്മാർ? പ്രവാചകന്മാരെന്ന് പറയുന്നത് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണ് പ്രവാചകന്മാരെന്ന് ബൈബിൾ പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് സദാ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ ബൈബിൾ പറയുന്നു ചിലരൊക്കെ ഉണ്ടെന്ന്. അതാരാണ്? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി. ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയായ ദൈവം അതേ ബലവാന്മാർ ആയ പ്രവാചകന്മാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രവാചകന്മാരുണ്ട്. അവരുടെ പ്രവചന വിഷയങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം അവിടെ സപ്തർഷികളെയും മക്കളെയും കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഈ സപ്തർഷികൾ? അത് നമുക്കറിയാം. സപ്തർഷികൾ പുലകൻ, പുലസ്ത്യൻ, അങ്കീരസ് മുതലായ ആളുകളെ ഇയ്യോബ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പ്രവാചകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ കണ്ണടച്ച് പറയും ഹാനോക്കാണെന്ന്. ഹാനോക്ക്, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയെക്കുറിച്ചാണ് പ്രവചിച്ചത് എന്ന് നാം വായിക്കുന്നു. 1000 ദൂതന്മാരുമായി യേശു ലോകത്തെ ഭരിക്കുവാൻ വരുന്ന കാര്യം പ്രവചിച്ചു വെച്ചു. പിന്നീട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് മോശ പ്രവാചകനാണ്. യെശയ്യാ, യിരെമ്യാ, ഇങ്ങനെ മേജർ ആൻഡ് മൈനർ പ്രോഫറ്റ്സ്, അവരെയൊക്കെ നാം അംഗീകരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജനനസമയത്ത് ദൂതന്മാർ സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷയെക്കുറിച്ച് പാട്ടുപാടി വിഹായസിൽ ഒരു സംഗീത കച്ചേരി തന്നെ നടത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷയെ അവരാടിപ്പാടി തിമിർത്തു. കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ അവിടെ ചെന്നു എന്ന് വായിക്കുന്നു. ഒരു കർത്താവിൻ്റെ ദാസൻ പറയുന്നത് ഞാൻ കേട്ടു. ഇന്ത്യയിൽ നിന്ന് യേശുവിനെ കാണുവാൻ കാത്തിരുന്ന പ്രവാചകന്മാർ, വിശ്വാമിത്രൻ ഉൾപ്പെടെയുള്ളവർ പോയതായി രേഖയുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ഇങ്ങനെയൊരു യേശു ജനിക്കും എന്ന് കാത്തിരുന്നവരാണ് പ്രവാചകന്മാർ. അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ അവിടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ സുലഭമാണ്. ഹൈന്ദവ സാഹിത്യ സപ്തസമുദ്രങ്ങളെ പരിചൂഷണം ചെയ്ത് വായിച്ചാൽ അതൊന്നും തള്ളിക്കളയുവാൻ നമുക്ക് സാധ്യമല്ല. അവരുടെ ഏറ്റവും പ്രമാണഭൂതമായ ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദമാണ്. ഋഗ്വേദമുണ്ട്, യജുർവേദം, സാമം, അഥർവം, ഇങ്ങനെയുള്ള വേദങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ, ഉപപുരാണങ്ങൾ, അങ്ങനെ ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഋഗ്വേദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ 10ാം മണ്ഡലത്തിൽ ഘോഷിച്ചിരിക്കുന്ന ധാരാളം ഭാഗങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഉദ്ധരിച്ച് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്നിതാണ്. അതൊക്കെ കൂടി എടുത്ത് വിളമ്പിയാൽ പിന്നെയും ഞാൻ ഇത് പരിപാടി നീട്ടി നിങ്ങളെ കേൾപ്പിക്കേണ്ടി വരും. ഹിരണ്യഗർഭനെന്നും പ്രജാപതിയൊന്നും യേശുവിന് പേരുണ്ട്. ഹിരണ്യഗർഭസമവർത്തിതഗ്രേ ഭൂതസ്യ ജാതപതിരേകയാസീത് സദാതാരവൃത്തിയും ദ്യാമുദേമം കസ്മൈ ദേവായ വിധേമ. ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം.
നമ്മളെല്ലാവരെയും ആദരിക്കേണ്ടവരാണ്. അരവിന്ദാക്ഷ മേനോൻ എന്ന് പറഞ്ഞ ഒരു ധ്യാന ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ദിവ്യസംഗമം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതും വേണ്ട, ഋഗ്വേദം തന്നെ അതിൻ്റെ മലയാള പരിഭാഷ OMC നാരായണൻ നമ്പൂതിരിപ്പാട് രചിച്ച ആ വ്യാഖ്യാനം കോട്ടയം പബ്ലിക് ലൈബ്രറിയിലൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചാൽ ഇതിനെ ഹൈന്ദവം എന്ന് കരുതി സുവിശേഷം ഹിന്ദുവിൻ്റെ കോപ്പയിലാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിപ്പാൻ ബാലനല്ല ആർക്കും കഴിയുകയില്ല. യേശു ലോകം അറിയപ്പെടേണ്ട ഒരു മഹാവ്യക്തിയാണ്. നമ്മുടെ കർത്താവ് എല്ലാ ഗ്രന്ഥങ്ങളിലും തുടിച്ചു നിൽക്കുന്നത് കാണാം. ശകപതി മഹാരാജാവ് യേശുവിനെ കണ്ട കാര്യം ഞാൻ വായിച്ചത് പരസ്യയോഗങ്ങളിൽ ഞാൻ പ്രസംഗിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. ശകപതി മഹാരാജാവ് അതുല്യനായൊരു വ്യക്തിപ്രഭാവത്തെ വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, കോ ഭവാൻ ഇരിതം പ്രാഹ, അങ്ങ് ആരാണ്, എവിടെ നിന്ന് വരുന്നു? ഉടനെ അദ്ദേഹം ഹയാമുദ അദ്ദേഹം പറയുകയാണ്, അഹം ഈശാ മസീ നാമ കുമാരി ഗർഭസംഭവ എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതൊരു മനോഹരം. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നേരത്തെ ചൊല്ലിയ ശ്ലോകം, ആദിയിലൂടെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഋഗ്വേദത്തിലുള്ളത് ഇങ്ങനെയാണ്: താതപുത്ര ആത്മസംയുക്തം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇന്നെല്ലാവരും കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ കിടന്ന് 3, 4, 5 ദൈവങ്ങളെയൊക്കെ കുറിച്ചുള്ള അടി നടത്തുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം. എന്നാൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് യേശുവിനെ കുറിച്ച് പഠിക്കൂ. അതാണ് നമുക്ക് ആവശ്യം. അവരെ കാണിക്കാൻ ഒരുമ്പിടുകയില്ല. പണ്ട് ദൈവം ഭാഗമായും വിവിധമായും തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതോടുകൂടി അതിൻ്റെയൊക്കെ പൂർണ്ണതയിൽ, അതുകൊണ്ടാണ് യേശുവിനെ സൈമൺ സാർ പറഞ്ഞത്, കന്യമറിയ പെറ്റ പൈതലേ എന്ന് പറഞ്ഞു, ബഹു ജ്ഞാനികൾക്കുള്ളിരിക്കും വേദാന്തനേ ബേദലഹേ പട്ടണത്തിൽ ജാതനേ, വ്യാപാരികൾ ഭയന്ന രോഷമേ എന്നൊക്കെ പാടിയിട്ടുണ്ട്. നമ്മൾ ആരെയും കണ്ണിക്കാനും മുറിപ്പെടുത്താനും പോകരുത് എന്നുള്ളത് നമ്മുടെ കർത്താവിനെ കണ്ടു പഠിക്കുകയാണ് നമ്മൾ. അവനെപ്പോലൊരു ജ്ഞാനി, ദിവ്യൻ, ഗാഡ് ഹിംസെൽഫ് ഈസ് ഗാഡ്. അങ്ങനെയുള്ള കർത്താവ് എന്തു പഞ്ചമുച്ചമടക്കി. എന്നാൽ കണ്ണിക്കേണ്ട സ്ഥാനത്ത് ഹെരോദാ രാജാവല്ല മറ്റു രാജാക്കന്മാരായാലും ശരി, യേശു പറയും, കുറുക്ക, നിങ്ങൾ ആ കുറുക്കനോട് പോയി മിണ്ടാതിരിക്കാൻ പറ, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ പ്രസംഗിക്കും. അതാണ് നമ്മൾ പ്രാപിക്കേണ്ട ധൈര്യം. പരിശുദ്ധാത്മാവിനല്ലാതെ അത് നമുക്ക് തരാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദിയിൽ ദൈവവും പരിശുദ്ധാത്മാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ആത്മാ വൈജാതയേ പുത്ര, ഋഗ്വേദത്തിലുള്ളതാണ്. പുത്രൻ ആത്മാവിനാൽ ഉണ്ടായവനാണ്. യഹോവയായ ദൈവം തൻ്റെ സകല ചരാചരങ്ങൾക്കും ആദി കാരണഭൂതനായി പ്രോട്ടോകോസായി നമ്മുടെ കർത്താവിനെ സർവ്വസൃഷ്ടിയുടെയും ആരംഭമായി എന്നാണ്. അതുകൊണ്ട് യേശു സൃഷ്ടിയാണെന്ന് നാം കണക്കുകൂട്ടുന്ന ഭൂമിയിൽ വന്നതിന് ശേഷമായിട്ട് അങ്ങനെ എടുക്കാം. അല്ലാതെ യേശു ദൈവം തന്നെയാണ്, അപ്പോൾ സൃഷ്ടാവാണെന്ന് തന്നെയാണ് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും തള്ളിക്കളയണ്ട. നമ്മുടെ കർത്താവ് ധാരാളം പ്രവാചകന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. കർത്താവിനോടുകൂടി ആ പ്രവാചകൻ എന്നുള്ള പദവി പിന്നീട് പ്രവാചകൻ വരേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഇനിയൊരു പ്രവാചകൻ മുഹമ്മദ് ഇവിടെ വരാനൊന്നും പോകുന്നില്ല. സംഭവ വികാസങ്ങൾ നമ്മളുടെ കണ്ണിന് മുൻപിൽ
ഇതാ നിറവേറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മധ്യപൗര ഇസ്രായേലിലെയും ഇറാനെയും ഒന്നും നോക്കിയാൽ മതി. അതൊക്കെ ഇതിനകത്തോട്ട് ഞാൻ വലിച്ചഴയ്ക്കുന്നില്ല പ്രിയരെ. അതുകൊണ്ട് ബാലനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചില വശങ്ങൾ ഞാൻ കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട്, എതിരെന്നല്ല, ഈ നിരൂപണ ഗ്രന്ഥം ഞാൻ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത്. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ഹിറ്റാകരുതെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. എനിക്കങ്ങനെ ഹിറ്റാകണമെന്നൊന്നുമില്ല. ഇതിനകത്തൊക്കെ ഒരുപാട് പ്രവൃത്തികൾ, കുളരുതാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏത് സഭകളിലും. അത് തക്ക സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളത് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യം. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമീകരിച്ച് സത്യസന്ധമായി അതിൻ്റെ സുവിശേഷം പറയുക, യേശുവിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ എൻ്റെ ബുക്കിൽ ഉള്ള ചില കാര്യങ്ങൾ സന്ദർഭോചിതമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇപ്പോൾ ബാലൻ വെളിച്ചപ്പാടത്തി സത്യസന്ധയായിരുന്നു. വെളിച്ചപ്പാടത്തിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മാവ് ഹരിചന്ദ്രനെ പോലെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളെ നിശേഷം ഞാൻ കാണിച്ചില്ലേ പ്രിയരെ? നമുക്ക് പാടില്ല അങ്ങനെ. ആരെക്കുറിച്ചുള്ള വിമർശനങ്ങളും ന്യായമായിരുന്നാൽ ദൈവം അത് അംഗീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അമ്പിളി മാമനിത കിണറ്റിൽ കിടക്കുന്നു എന്ന് കണ്ട മാത്രയിൽ മുത്തുപ്പിള്ള എന്തെടുത്തു? ഒരോട്ടമാണ്. മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇതാ കിടക്കുന്നു, ഇതാ അമ്പിളിയമ്മാച്ചൻ കിണറ്റിൽ കിടക്കുന്നു. പാതാള കരണ്ടയും പിന്നെ കാളായസവും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓടുകയാണ്. ഓടിച്ചെന്നു കിണറ്റിലോട്ടൊരു കൊളുത്തുമായി ഇറക്കിയപ്പോൾ കൊളുത്തിയെന്ന് എവിടെയോ ഉടക്കി. മനസ്സിലായി അമ്പിളിയമ്മാച്ചൻ്റെ മേലാണിത് തറച്ചിരിക്കുന്നത്. വലിച്ച് പൊക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ കയറ് പൊട്ടി മുത്തുപ്പിള്ള മലർന്നടിച്ച് വീണതിൻ്റെ ഫലമായി നടുവുളുക്കി മേലോട്ടിങ്ങനെ നോക്കിയപ്പോൾ അമ്പിളിയമ്മാച്ചൻ ഇത് കണ്ടിട്ട് മാനത്തിരുന്ന് കുടുകുടാ ചിരിക്കുന്നു എന്ന് ഒരു കഥ ഞാൻ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോഴാണ് മനസ്സിലായത് അമ്പിളിയമ്മാച്ചനല്ല കിണറ്റിൽ കിടന്നത് നേരിലാണ്. തെളിവ് വേണം, സൂക്ഷ്മമായ തെളിവ്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പിന്നീടൊന്നും അന്വേഷിച്ചിട്ടില്ല. നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോൾ എല്ലാ എഴുത്തുകാരെയും എല്ലാ പ്രസംഗികന്മാരെയും അവിടെ വെച്ച് കാണാമെന്നുള്ള ആശയിലാണ് ഞാനിരിക്കുന്നത്. എന്തെല്ലാം ഭോഷത്വങ്ങളാണ് പടച്ചു വിടുന്നത്. അതുകൊണ്ടത് പഠിക്കുവാനും പരിശോധിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇത്രത്തോളം സമയം പരേതനായ TS ബാലനെ സംബന്ധിച്ചാണെങ്കിലും ദോഷമായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. അതിന് തെളിവായി ഗ്രന്ഥങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട്. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിരുന്ന് പഠിപ്പിച്ച കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ കേൾവിക്കാരെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾ പതിവ് പോലെ ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലരും രോഗികളാണ്. കർത്താവെ, അല്പം നോവെങ്കിൽ കിടക്കുന്ന കെൽപ്പ് കെട്ടവരാണ് ഞങ്ങൾ. ഓടുമ്പോൾ നാടും പടയും. ഒടുവിൽ 4 കാലുകൾ ഞങ്ങളെ താങ്ങും. അങ്ങനെയുള്ള പലരുമുണ്ട്. യേശുവെ, അവർക്കൊക്കെ സൗഖ്യവും ആരോഗ്യവും പ്രത്യാശയും കൊടുക്കണം. എന്നാൽ ദൈവവചനം മാത്രം ചിന്തിച്ച് പഠിച്ച് പ്രത്യാശയോടെ ഒരു കട്ടിലിൽ കിടന്നാൽ സ്വർഗത്തിലെ ദൂതന്മാർ ഞങ്ങളുടെ കട്ടിലിന് ചുറ്റും വന്ന് ഞങ്ങളെ വേണ്ട ശുശ്രൂഷ ചെയ്യും. ലാസറിനെ ശുശ്രൂഷിച്ച ദൂതന്മാരെ പോലെയുള്ളവരെ ദൈവം കാവൽ മാലാഖമാരാക്കി ഞങ്ങൾക്ക് നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ പ്രത്യാശ. ഇതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കേട്ട എല്ലാ കേൾവിക്കാരെയും കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്, ഗോഡ് ബ്ലസ്, ഗോഡ് ബ്ലസ്.